ബാക്കി സത്യം കൂടി പറയടാ. ഇവളെന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത് ഇവനോടൊപ്പം ജീവിക്കാനാണോ? അയ്യേ, മര്യാദ കേട്ട് പറയുന്നോ? എന്റെ മോൻ അത്രക്കാരനല്ല. നീ നിന്റെ സ്വഭാവം ഇവിടെ വിളിച്ച് പറയുന്നേ. പറയാ, എല്ലാം പറയാ. അവൻ വിളിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെ, രാജു വിളിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടല്ല. ദീപകിനെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കാൻ രാജു എന്നോട് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം രഹസ്യമായിട്ട് തുടരാനൊന്നും രാജു പറഞ്ഞു. രാജുവിന്റെ നിർബന്ധം കൊണ്ടാ ഞാൻ ദീപിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. നമ്മള് തമ്മില് ഒരു ഫിസിക്കൽ റിലേഷനും പാടില്ലെന്ന് രാജു എന്നെ താക്കീത് ചെയ്തു. പക്ഷെ രാജുവിന്റെ ശല്യം ഇപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പറയണേ, ബാക്കിയോടെ കേക്കട്ടെ. പറയാൻ നമുക്ക് സംസാരിച്ച് നോക്കാം. സാറിന് എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? എനിക്ക് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ഇണക്കവും ഇല്ല പിണക്കവും ഇല്ല. സാറെന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. സാറിന് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നെ രാധമ്മയും കണ്ടിട്ട് സാർ ഒരക്ഷരം സംസാരിച്ചില്ല. ഞാനെന്തിനു സംസാരിക്കണം? നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവരോട് സംസാരിച്ചാൽ മതി. നമ്മളൊക്കെ ആര്? മനുഷ്യത്വം ഇല്ലാത്തവര്, കൊള്ളരുതാത്തവര്, നീചന്മാര്, വൃത്തികെട്ടവര്. സാറെന്താ ഒരകൽച്ചയോടെ സംസാരിക്കുന്നത്? മനസ്സുകൊണ്ട് തന്നെ തളർന്നു പോയിടോ. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. സാറ്, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാ ഇനി പത്മാവതി മാഡം ഈ വീട്ടിൽ നിന്ന് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. എന്താ ഇത്? ഓഫ് ചെയ്യണ്ട. അതൊന്നും ശരിയാവില്ല വേണുവേട്ടാ. പ്രതാപേട്ട ഒരിക്കലും രക്ഷപ്പെടില്ല. അദ്ദേഹം അംബികയുടെ പിടിയിൽ കിടന്ന് വട്ടം കറങ്ങോ. ഞാൻ ഇവിടുന്ന് പോവാ. എന്തിന്? മേഡം ഇവിടുന്ന് എന്തിനു പോണോന്നേ എന്റെ ചോദ്യം. അതെ, ഇത് മാഡത്തിന്റെ കൂടെ വീടല്ലേ? ഇതെല്ലാം സൂര്യമംഗലത്തെ സ്വത്തുക്കളാ മഹാദേവവർമ്മ സാറ് ദാനം കൊടുത്തത്. പിന്നെ കുറച്ചൊക്കെ പ്രതാപവർമ്മ സാറിന്റെ അധ്വാനം. ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യരില് ഒന്ന് മഹാദേവവർമ്മ സാറും മറ്റൊന്ന് പ്രതാപവർമ്മ സാറും. മഹാദേവവർമ്മ സാറ് വലിയ കരുത്തനാ, പ്രതാപവർമ്മ സാറ് ശുദ്ധനും. പക്ഷേ അംബികയുടെ കയ്യിലെ കൊരങ്ങായി പോയിന്ന് മാത്രം. പത്മാവതി മാഡത്തിനോട് എത്ര കാലമായിട്ട് ഞാൻ പറയുന്നതാ ഇങ്ങോട്ട് തിരിച്ചു വരാൻ. മാഡം വർമ്മ സാറിന്റെ ഭാര്യയല്ലേ, മോളുടെ അമ്മയും. ഇവിടെ തന്നെ താമസിക്കണം. സത്യം പറഞ്ഞ ഈ വർമ്മ സാർ എന്തൊരു മനുഷ്യനാ. വലിയ രാഷ്ട്രീയക്കാരന്റെ മന്ത്രിയായിരുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞില്ലേ, സാറ് വളരെ നല്ല മനുഷ്യനാ. പക്ഷേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു കേട്ടിട്ടില്ലേ? അതാണ് സാക്ഷാൽ പ്രതാപവർമ്മ സാർ.
പ്രതാപ ദാ, കൊല്ലുവാടാ നിന്നെ. നിന്റെ ഭാര്യയായിട്ട് കൊല്ലുവാടാ നിന്നെ. എടാ, നിന്നെ ഞാൻ അങ്ങോട്ട് വഴക്കുണ്ടാക്കരുത്. ഒന്നും അറിയില്ല അല്ലടാ. എടാ, നിന്നെ ഞാൻ പിടിച്ചു മാറ്റാൻ കൊല്ലുവാടാ നിന്നെ. വിടാനല്ലേ പറഞ്ഞേ? കാര്യം എന്താന്ന് പറയടാ. അമ്മയും എന്റെ ഭാര്യ ഭാര്യയെ വാക്കോട്ട് പറയടാ. ഇവൻ ഇവളുടെ രഹസ്യ കാമുകനാ. എന്താണ് ഇവൻ പറഞ്ഞിട്ട് അമ്മ ഇവളെന്നെ കെട്ടിയത്? അല്ല, ഇതൊക്കെ ചതിയാ. ഇത് പച്ചക്കള്ള. നീ മിണ്ടരുത്. പറയടാ, ബാക്കി സത്യം കൂടി പറയടാ. ഇവളെന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത് ഇവനോടൊപ്പം ജീവിക്കാനാണോ? അയ്യേ, മര്യാദ കേട്ട് പറയുന്നോ? എന്റെ മോൻ അത്രക്കാരനല്ല. നീ നിന്റെ സ്വഭാവം ഇവിടെ വിളിച്ച് പറയുന്നേ. ഇവനേക്കാൾ വൃത്തികെട്ടവള ഈ പെണ്ണ്. ഇവളെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ. പണ്ട് രാജുവിന്റെ പിറകെ നടന്ന് ശല്യം ചെയ്തപ്പോ അവൻ കരണം നോക്കി ഒന്ന് കൊടുത്തു. അതിന്റെ പ്രതികാരം ഇവിടെ വീട്ടുന്നേ. ദേ, ഒരൊറ്റ ഒരെണ്ണം ഇവിടെ മിണ്ടി പോകരുത്. ഞാൻ ചോദിക്കട്ടെ അവളോട്. ഇവനെ ഞാനിന്ന് കൊല്ലും. അടങ്ങടാ. അവനെ കൊല്ലണോ വേണ്ടെന്നേ ഞാൻ തീരുമാനിക്കും. നിന്റെ ഭർത്താവിനെ ഈ വൃത്തികെട്ടവൻ തല്ലിയിട്ട് നീ എന്താ മിണ്ടാതിരിക്കുന്നേ? വരട്ടെ, ഞാൻ പ്രതികരിക്കാം. എടി, ഇങ്ങോട്ട് വാടി. നീയാ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്. ഇവൻ പറഞ്ഞത് സത്യമാണോ? എടി, നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ഈ രാജുവും നീയും തമ്മിൽ എന്താ ബന്ധമെന്ന്? രാജുവും ഞാനും തമ്മില് ഒത്തിരി വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു.